നമ്മൾ മലപ്പുറത്തേക്ക് പോകണം. ജംഷീർ കൊടിഞ്ഞി നമ്മോടൊപ്പം ഉണ്ട്. ജംഷീറെ, മലപ്പുറത്താണ് UDFന്റെ ഒരു ഉലച്ചിലുമില്ലാത്ത പ്രതീക്ഷയുള്ള ഒരു സ്ഥലം. മലപ്പുറത്തിന്റെ ഒരു ചിത്രം എന്താണ്? നിഷാദ്, തീർച്ചയായിട്ടും മലപ്പുറത്ത് ഇപ്പം നമ്മൾ അല്പം മുമ്പ് മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അമീത് മാഷുമായി സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് എടുക്കുകയും ചെയ്തത് അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്തവണ മലപ്പുറത്ത് നേരത്തെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം UDFന്റെ കോട്ടയാണ്. എല്ലാ കാലത്തും ഏത് അടിയൊഴുക്കുകൾ ഉള്ള കാലത്തും വലിയ കൊടുങ്കാറ്റുകൾ വന്ന സമയത്തും ഒക്കെ തന്നെ UDFനൊപ്പം നിന്ന മുസ്ലിം ലീഗിനൊപ്പം നിന്ന ഒരു ജില്ലയാണ്. ഇത്തവണ കുറച്ചുകൂടി കടന്ന ആത്മവിശ്വാസം UDFനുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തവണ തവനൂർ, പൊന്നാനി മണ്ഡലങ്ങൾ ഉൾപ്പെടെ പിടിച്ചടക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ UDF വെച്ച് പുലർത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊന്നാനി തന്നെയാണ്. എല്ലാ കാലത്തും പൊന്നാനി LDFനൊപ്പം നിന്ന മണ്ഡലമാണ്. പ്രത്യേകിച്ച് CPMന്റെ ഗ്രാസ് റൂട്ട് ഇവരെയുള്ള ഏറ്റവും വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ അവിടെ സക്കീറിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയതുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു. TM സിദ്ദീഖിനെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതെല്ലാം തന്നെ ഇത്തവണ തങ്ങൾക്ക് അനുകൂലമായി ഘടകമായി മാറുമെന്ന് UDF കണക്ക് കൂട്ടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വെളിയങ്കോട് പഞ്ചായത്ത്. CPMന് വലിയ സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ് വെളിയങ്കോട് പഞ്ചായത്ത്. ആ വെളിയങ്കോട് പഞ്ചായത്തിൽ ഏതാണ്ട് 7 ബൂത്തുകളിൽ നിന്ന് ഉള്ള വോട്ടുകൾ UDFന് ലഭിക്കുമെന്ന് UDF കണക്ക് കൂട്ടുന്നു. ആ ഒരു കാര്യം, അല്ലെങ്കിൽ വെളിയങ്കോട് പഞ്ചായത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. ജംഷീർ, ഞാൻ ചോദിക്കുന്നത്, താനൂര് മാറി തിരൂരിലേക്ക് അബ്ദുറഹ്മാൻ വരുന്നു. അപ്പോൾ താനൂര് നഷ്ടപ്പെടുകയും തിരൂർ കിട്ടുകയും ചെയ്യുന്ന ഇന്നലെ LDFനുണ്ടാവും? അജിംസ, CPMന്റെ കണക്ക് കൂട്ടൽ പ്രകാരം CPM നേരത്തെ തന്നെ പറഞ്ഞത് പ്രകാരം തിരൂർ കിട്ടില്ല എന്നുള്ള ഒരു സമീപനം, അല്ലെങ്കിൽ CPMന്റെ കണക്കുകൂട്ടൽ അങ്ങനെയാണ്. അത് അവർ പറഞ്ഞ 2 മണ്ഡലങ്ങൾ, ഒന്ന് തവനൂരും പൊന്നാനിയും കിട്ടും. പക്ഷേ തിരൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പരാജയപ്പെട്ടേക്കാം എന്നുള്ള വിലയിരുത്തലാണ് CPM നേതൃത്വത്തിലുള്ളത്. അതേസമയം തന്നെ പ്രാദേശികമായി അവിടെ LDFന്റെ നേതാക്കളും മറ്റും ഒക്കെ ബന്ധപ്പെടുമ്പോൾ പറയുന്നത് വി അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ നാട് എന്നുള്ള പരിഗണന വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ മത്സരരംഗത്തുണ്ട് എന്നുള്ളത്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, LDF ലീഗിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. മന്ത്രി വി അബ്ദുറഹ്മാൻ സിറ്റിംഗ് സീറ്റായ താനൂരിലും തിരൂരിൽ സ്വന്തം നാട്ടിൽ മത്സരിക്കുന്നു. അവിടെ കുറുക്കോളി മൊയ്തീൻ എന്ന ലീഗിന്റെ ജനകീയനായ നേതാവ് മത്സരിക്കുന്നു. അപ്പോൾ അവിടെ വിജയിക്കുക എന്നുള്ളത് പ്രസ്റ്റീജ് ഇഷ്യൂ ആയി കണ്ടതുകൊണ്ട് തന്നെ നേതൃത്വം പറയാതെ തന്നെ അവിടെ മുസ്ലിം ലീഗ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്കിൽ പോലും LDFന് അവിടെ LDF വിജയിക്കുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും പ്രധാനമായും മത്സരങ്ങൾ തിരിഞ്ഞു നോക്കണ്ടെന്ന് പറയുമ്പോൾ തവനൂരും പൊന്നാനി അടക്കം തിരിഞ്ഞു നോക്കണ്ടെന്നുള്ള കോൺഫിഡൻസിലാണ് UDF ഉള്ളത്.